ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമാണോ? ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങളുടെ മറ്റൊരു കാര്യം പറയാനാണ്. അതായത് റിട്ടയർമെൻറ്റ് ലൈഫ് എങ്ങനെ ആസ്വാദ്യകരമാക്കാം. അതായത് നമുക്ക് റിട്ടയർ ആയല്ലോ, ഇനി നമ്മളെ ഒന്നിനും കൊള്ളില്ല, നമ്മളെ ഒന്നും പറ്റില്ലാത്ത അവസ്ഥയായെന്നുള്ള ചിന്താഗതി മാറ്റി നമ്മൾ മറ്റ് പല കാര്യങ്ങളിലേക്ക് എൻഗേജ്ഡ് ആയി കഴിയുമ്പോൾ നമ്മുടെ റിട്ടയർമെൻറ്റിൻ്റെ ഒരു ഫീലിങ്സൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുമെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ അതിന് നമ്മൾ പല കാര്യങ്ങളും നമ്മൾ എൻഗേജ്ഡ് ആകാൻ പറ്റും. പാർട്ട് ടൈമായിട്ട് പല ജോലികൾ ചെയ്യാൻ പറ്റും. പിന്നെ അങ്ങനെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പല ആളുകളുമായിട്ട് പരിചയപ്പെടാനും ബന്ധപ്പെടാനും പല മീറ്റിങ്ങുകളിൽ പങ്കെടുക്കാനും നമുക്ക് കിട്ടാത്ത പല അറിവുകൾ അവരിൽ നിന്ന് കിട്ടാനും പ്രസംഗങ്ങൾ കേൾക്കാനും ഒക്കെ ഉള്ള അവസരം ഉണ്ടാകും. അതൊക്കെ മനസ്സിന് നമുക്കൊരു റിഫ്രഷ്മെൻറ്റ് തരുന്നൊരു കാര്യങ്ങളാണ്. അതുപോലെ വ്യായാമ മുറകൾ നമ്മൾ ശീലിക്കുക. രാവിലെ എഴുന്നേൽക്കാനൊരു ശീലം, അതായത് വ്യായാമത്തിലും യോഗയിലൊക്കെ നമ്മൾ ചെയ്യാനൊക്കെ ഒരു മനസ്സ് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ മനസ്സിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഡിസപ്പോയിൻമെൻറ്റ് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഒരു ഫ്രഷായിട്ട് നമുക്ക് നിത്യ ജീവിതത്തിലെ കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് സാധിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ അതുപോലെ യോഗ ചെയ്യുക, അതുപോലെ ചെറിയ ചെറിയ എക്സസൈസുകൾ നമ്മുടെ ശരീരത്തിന് പറ്റുന്നത് ചെയ്താൽ മതി. അതായത് ഒരുപാട് വലിയ ജിമ്മിൽ പോയി ചെയ്യണമെന്നൊന്നുമല്ല, നമ്മളെ കൊണ്ടാവുന്ന നമ്മൾ ഇരുന്നുകൊണ്ടും നിന്നുകൊണ്ടും ഒക്കെ ചെയ്യാവുന്ന ചെറിയ ചെറിയ വ്യായാമങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ ചെയ്യുക. അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യായാമ മുറകൾ നടത്തുന്ന ക്ലാസ്സിലൊക്കെ പോകാൻ സൗകര്യമുള്ളവരാണെങ്കിൽ അതിന് പോവുക. യോഗ ചെയ്യുക. യോഗയൊക്കെ ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിന് ശ്വാസോച്ഛ്വാസത്തിനും നമുക്ക് ഉറക്കം കിട്ടാനും നമ്മുടെ ടെൻഷനും ആവലാതികളൊക്കെ കുറയ്ക്കാനൊക്കെ വളരെ സഹായിക്കും യോഗ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. പിന്നെ നമ്മൾ നന്നായിട്ട് വായിക്കുക. പിന്നെ പേപ്പറൊക്കെ നന്നായിട്ട് വായിക്കുക. ഇടയ്ക്കിടയ്ക്ക് ടി വിയിൽ സിനിമയൊക്കെ കാണുക. ന്യൂസുകളൊക്കെ ശ്രദ്ധിക്കുക. അതെങ്കിലും നമ്മളിപ്പോൾ പണ്ട് നമ്മൾ പുറത്തിറങ്ങിപ്പോയ കാര്യങ്ങൾ അറിയാനും മറ്റുള്ളവർ പറഞ്ഞു കേൾക്കാനും ഒക്കെ ഒരു അവസരം കിട്ടുന്നതായിരുന്നു. ഇപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് അങ്ങനെ ഡെയിലി പോകുന്നില്ല, പോകേണ്ട ആവശ്യമില്ലാത്തൊരവസ്ഥ. അത് തന്നെ നമ്മുടെ മനസ്സിന് വല്ലാത്തൊരു സങ്കടം ഉണ്ടാക്കുന്ന കാര്യമാണ്. നമ്മളെന്നും രാവിലെ കുളിച്ച് റെഡിയായി നമുക്കൊരു പോകാനൊരു സന്തോഷവും ഉഷാറും ഒക്കെ തരുന്ന ഒരവസ്ഥയായിരുന്നു അത്. ഇപ്പോൾ നമുക്ക് എങ്ങും പോകാനില്ല. ഇപ്പോൾ നല്ല മഞ്ഞ് ഒന്നുകൂടെ ചുരുണ്ട് കൂടി കിടന്ന് ഉറങ്ങണമെന്നുള്ള അവസ്ഥയിലേക്കാണ് നമ്മുടെ ചിന്താഗതി. അപ്പോൾ അതൊക്കെ മാറ്റിയെടുക്കാൻ നമ്മൾ ഇങ്ങനെ എന്താ പറയുക, ഇടയ്ക്കൊക്കെ പുറത്തൊക്കെ പോകുക, ഉല്ലാസയാത്രയിലൊക്കെ പോകുക. അതായത് പെൻഷൻകാരുടെ യൂണിയനൊക്കെ ഉണ്ടാവില്ല, അപ്പോൾ അതിൽ ഉല്ലാസയാത്രയൊക്കെ പോകുമ്പോൾ അതിൽ നമ്മൾ പോകുക, ശ്രമിക്കുകയല്ല, പോകുക.